ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സ്ത്രീകൾ എപ്പോഴും പരാതി പറയുന്ന കാര്യങ്ങളാണല്ലേ. ഒരുപാട് പാത്രം കഴുകാനുണ്ട്, ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ട്, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ നമ്മൾ എപ്പോഴും പരാതി പറയാറുണ്ട് എല്ലാവരോടും. അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ പറയുന്നത് എന്തോരം പാത്രം കഴുകാനാണ്, എന്തെല്ലാം ഒരു ജോലികളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ജോലി ഭാരം കൂടുന്നത് എന്നുള്ളത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ, ആ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ബിസിനസ് വളരെ ഡള്ളായിരിക്കും. കാരണം നമ്മൾ വിചാരിച്ച പോലെയൊന്നും മുന്നോട്ട് പോകില്ല. അതേസമയം ബിസിനസ് ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഭാരം കൂടും. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ്, അയ്യോ എനിക്ക് എന്തോ ഒരു ജോലി ഭാരമാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തെയല്ലേ നമ്മൾ വിലപിച്ചുകൊണ്ട് ഓർക്കുന്നത്. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്തൊരു പാത്രം കഴുകാനാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എന്തൊരു കഷ്ടമാണ് ഈ പാത്രം കഴുകൽ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവരുടെ ഉമ്മ അവരോട് പറയുമായിരുന്നു അത്രേ, ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലുള്ളൂ പാത്രം കഴുകാനുണ്ടാവുക. അപ്പോൾ ചിന്തിച്ച് നോക്കിയപ്പോൾ സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഉച്ചക്ക് ചോറ്, കറി, ഒരു മീൻ പൊരിച്ചത്, മീൻ കറി, അതുപോലെ ഉപ്പേരി, മെഴുക്ക് പുരട്ടി, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വരും അല്ലേ, സ്വാഭാവികമാണ്. അതേസമയം നമ്മളൊരു കഞ്ഞി ചമ്മന്തി മാത്രമേ നമുക്ക് കഴിക്കാനുള്ളൂ, നമ്മുടെ വീട്ടിൽ വേറെ ഒന്നും വെക്കാനില്ല, വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഒരു കഞ്ഞി വെച്ച പാത്രവും ആ ഒരു ചമ്മന്തി അരച്ച ആ ഒരു സംഭവം മാത്രം കഴുകി വെച്ചാൽ മതി അല്ലേ, നമുക്ക് ജോലിയൊന്നുമില്ല. പക്ഷേ എന്താണ് അവിടെ നമുക്ക് എന്താണ് ദാരിദ്ര്യം, പട്ടിണി, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണുള്ളത്. അതേസമയം നമ്മൾ ഉച്ചക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും, ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക്, പക്ഷേ അവിടെ അനുഗ്രഹമാണ്. നമുക്ക് ആ ഒരു നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യം, അതിനുള്ളൊരു ക്യാഷ്, അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് പാത്രം കഴുകാനില്ല, അയ്യോ എനിക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടല്ലോ എന്ന് പറയാറില്ല, ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. അതേസമയം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് ഇത്ര കറികൾ ഉണ്ടാക്കിയല്ലോ, അത് ആ ദൈവത്തിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹം കൊണ്ടാണല്ലോ എന്നാണ് വിചാരിക്കാറ്. നമുക്ക് വലിയ വീടുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വൃത്തിയാക്കാൻ ഒരുപാടുണ്ടാവും. കാരണം ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, വീടിൻ്റെ അകത്തും പുറത്തും ക്ലീനിങ് ചെയ്യാൻ ഒരുപാടുണ്ടാവും അല്ലേ. അതേസമയം നമുക്ക് ഒറ്റ മുറി വീടാണ്, ഒരു കിച്ചണും ഒരു റൂമും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ മാത്രം വൃത്തിയാക്കിയാൽ മതി. കാരണം നമുക്ക് അത്രയും സ്ഥല സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജോലി കൂടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വഴി പറയുമ്പോഴും നമുക്കിപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ പോകുന്നുണ്ട്, ആ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്തൊരു കഷ്ടമാണ് ഈ ജോലി എന്ന് വിചാരിച്ചാൽ നമുക്ക് മാസം ആ സാലറി കിട്ടുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ. അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞല്ലേ. പക്ഷേ നമ്മൾ വിചാരിക്കണം എന്തൊരു കഷ്ടമാണ് ഈ ജോലി ചെയ്യാൻ, ഇതിങ്ങനെ ചെയ്ത് എൻ്റെ ജീവിതം പാഴായി പോകും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തെയാണ് നമ്മൾ വഴി പറയുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പക്ഷേ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾ ജോലിയുടെ ഭാരത്തെക്കുറിച്ച് എന്തൊരു കഷ്ടമാണ് ഈ ജോലി, ഇതൊന്ന് റിസൈൻ ചെയ്തിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് വല്ല ടെർമിനേഷൻ കിട്ടുക, നമുക്ക് ആ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും നമ്മൾ ആ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുക. അയ്യോ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എത്ര ബുദ്ധിമുട്ടിട്ടായാലും വേണ്ടില്ല, എനിക്ക് ആ ജോലി ചെയ്യായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കൊരു വലിയ വീടുണ്ട്, ആ വീട് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ പറയാം എന്തിനാണ് ഇത്രയും വലിയ വീട്, അതുകൊണ്ടല്ലേ എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നത്. ആ വീട് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒന്നുമില്ലായ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനുഗ്രഹം മനസ്സിലാക്കുള്ളൂ. കണ്ണുള്ളവർ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഒരുപാട് പാത്രം കഴുകാനുണ്ട്, ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്ലീനിങ് ഉണ്ട്, അങ്ങനെ വിചാരിച്ചാൽ എനിക്ക് ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ എന്നുള്ളത്.